ക്യാമറ ലൈറ്റിന്റെ വീഡിയോ ആണിത്. യൂട്യൂബേഴ്സിനെല്ലാം ഉപകാരപ്പെടുന്ന നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്റ്റുഡിയോ ലൈറ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സ്റ്റുഡിയോയിലും അതുപോലെ തന്നെ യൂട്യൂബേഴ്സിനെല്ലാം ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി ക്യാമറ ലൈറ്റിന്റെ വീഡിയോ ആണിത്. 2 ലൈറ്റുകളാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തി വയ്ക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ക്യാമറ ലൈറ്റ് ഉണ്ടാക്കാനായിട്ട് ഇത്രയും സാധനമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതുപോലെ 2 ട്രൈപോഡ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. 299 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ വില വന്നിട്ടുള്ളത്. അതുപോലെ നമ്മൾ 2 വെള്ളക്കുട എടുത്തിട്ടുണ്ട്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. 272 രൂപയാണ് രണ്ടെണ്ണത്തിൻ്റെ വില വന്നിട്ടുള്ളത്. ലൈറ്റും കുടയും ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്ലാറ്റ്ഫോമായിട്ട് മൾട്ടിവുഡിൻ്റെ പീസാണ് എടുത്തിട്ടുണ്ട്. കോർണർ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്. പ്ലാറ്റ്ഫോം ഫിറ്റ് ചെയ്യാനായി ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ 2 മൾട്ടിവുഡിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും റൗണ്ട് ഷേപ്പിൽ നമ്മളൊരു ഭംഗിക്ക് വേണ്ടി കട്ട് എടുത്തിട്ടുള്ളതാണ്. സെൻട്രലായിട്ട് ഒരു ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. കുട പിടിപ്പിക്കാനായിട്ട് ഇതുപോലെ 4 പീസുകൾ എടുത്തിട്ടുണ്ട്. ഓരോ പീസിലും ഓരോ ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ബൾബ് ഹോൾഡർ പിടിപ്പിക്കാനായിട്ട് ഇതുപോലെ 2 പീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ 2 ബൾബ് ഹോൾഡർ എടുത്തിട്ടുണ്ട്. ട്രൈപോഡിൽ ഫിറ്റ് ചെയ്യാനായിട്ട് 3 ഇഞ്ചിൻ്റെ 2 നട്ട് ബോൾട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബൾബ് ഓൺ ഓഫ് ചെയ്യാനായിട്ട് 2 സ്വിച്ച് എടുത്തിട്ടുണ്ട്. 8 മീറ്റർ കേബിൾ എടുത്തിട്ടുണ്ട്. ബൾബ് പ്ലഗിൽ കണക്റ്റ് ആയി 2 പിൻ 2 എടുത്തിട്ടുണ്ട്. 5 4 ക്ലാമ്പ് എടുത്തിട്ടുണ്ട്. ക്ലാമ്പ് ട്രൈപോഡിൽ ഫിറ്റ് ചെയ്യാനായിട്ട് നട്ട് ബോൾട്ടുകൾ എടുത്തിട്ടുണ്ട്. അതുപോലെ 50 വാട്ടിൻ്റെ 2 LED ബൾബാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് വെളിച്ചം കൂടുതൽ വേണമെങ്കിൽ വാട്ട്സ് കൂടിയ ലൈറ്റ് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ലൈറ്റ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഫ്ലെക്സ് ക്യൂബ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. കുട പിടിപ്പിക്കാനുള്ള പീസ് കൂടെ ഒട്ടിച്ചെടുക്കാം. അടുത്ത പീസ് കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അടുത്തായി നമുക്ക് ബൾബ് ഹോൾഡർ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ക്യാപ്പിൽ കുറച്ച് ഗ്ലൂ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബൾബ് ഹോൾഡർ കൂടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത പീസ് നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാം. സൈഡിലൊക്കെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ 2 പ്ലാറ്റ്ഫോമും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്പ്രേ പെയിൻറ്റ് ചെയ്തെടുക്കാം. സ്പ്രേ പെയിൻറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ടീബോൾട്ട് എന്ന ബ്രാൻഡിൻ്റെ സ്പ്രേ പെയിൻറ്റാണ് ഉപയോഗിക്കുന്നത്. ഇത് ബ്ലാക്ക് മാറ്റ് ഫിനിഷാണ്. അപ്പോൾ നമുക്കൊന്ന് സ്പ്രേ പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ സ്പ്രേ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്വിച്ച് നമ്മൾ ഫിറ്റ് ചെയ്യാൻ വിട്ടുപോയി. സ്വിച്ച് പിടിപ്പിക്കാനായിട്ട് നമ്മളിതുപോലെ മൾട്ടിവുഡിൽ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വിച്ച് കൂടെ നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. കേബിൾ ഇടാനായിട്ട് നമ്മളിവിടെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്, ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിവിടെ ഫിറ്റ് ചെയ്യാം. അടുത്ത കൂടി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതുകൂടെ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ട്രൈപോഡിൽ നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം. നട്ടും ബോൾട്ടും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്ലാറ്റ്ഫോം ഫിറ്റ് ചെയ്യാനുള്ള പീസ് നമുക്കൊന്ന് ട്രൈപോഡിൽ ഫിറ്റ് ചെയ്തെടുക്കാം. ക്ലാമ്പ് വെച്ച് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. നട്ടും ബോൾട്ടും നല്ല രീതിയിൽ തന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നട്ടുകളെല്ലാം അകത്തേക്ക് പതിഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്യുക. പ്ലാറ്റ്ഫോമിൽ ഉരസാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മളിത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് പ്ലാറ്റ്ഫോം ഫിറ്റ് ചെയ്യാം. വാഷർ ഇട്ട ശേഷം നെറ്റ് കൂടെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം പിടിപ്പിച്ച് കഴിഞ്ഞു. ചെരിവ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഹോൾ കൂടെ ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള ഹോൾസിന് ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഊരിയെടുത്ത് ബാക്കിയുള്ള ഹോൾസ് കൂടെ ഇട്ട് കൊടുക്കാം. തിരിച്ച് നമുക്ക് പ്ലാറ്റ്ഫോം ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെരിവ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഹോൾ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൾബും സ്വിച്ചും ഫിറ്റ് ചെയ്ത് വയർ കണക്ഷൻ കൊടുക്കാം. ഹോൾഡർ കൂടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മൾ സ്വിച്ചിൻ്റെ കണക്ഷൻ കൊടുത്തു. സ്വിച്ചിന് സ്ക്രൂ ഇട്ട് കൊടുക്കാം. മുകളിലെ സ്ക്രൂ സ്വല്പം നമ്മൾ നീളം കട്ട് ചെയ്തിട്ടുണ്ട്. വയറിലേക്കാണ് ചെല്ലുന്നത്, അത് കട്ടായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നീളം നമ്മൾ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വിച്ച് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഇതിൻ്റെ പിന്ന് കൂടെ പിടിപ്പിക്കാം. ഓക്കെ ഉണ്ട്. ബൾബ് ഫിറ്റ് ചെയ്യുമ്പോൾ ബൾബിനൊരു ചെരിവുള്ളത് കൊണ്ട് നമ്മളിവിടെ ഒരു പീസ് അഡീഷണലായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബൾബ് ഓക്കെയാണ്. ഇനി നമുക്ക് കുട കൂടെ ഫിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ കുട കൂടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ ലൈറ്റിൻ്റെ ഫൈനൽ സ്റ്റേജ്. വളരെ നല്ല ലൈറ്റ് തന്നെ ഉണ്ട്. കൂടെ നമുക്ക് ഇവിടെ നീക്കിക്കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ആണി ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിൻ്റെ ചരിവ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ഹൈറ്റ് ചെക്ക് ചെയ്ത് നോക്കാം. പരമാവധി നമുക്കൊരു 2 മീറ്ററോടിൻ്റെ അടുത്ത് നമുക്കിത് ഹൈറ്റ് പൊന്തിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തി വയ്ക്കുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.